നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കർ. അറിവിന്റെ ആഘോഷം. ഹേ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ ഇന്ന് കൂടെയുള്ളത് RJ ശ്രീശാന്താണ്. അപ്പോൾ എന്നും ലൗഡ് സ്പീക്കറിലൂടെ നിരവധി ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഒരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണല്ലേ. അപ്പോൾ നമ്മൾ പലരും ഇത്രയധികം കഷ്ടപ്പെടുന്നതൊക്കെ സ്വന്തമായ ഒരു വീട് നിർമ്മിക്കണമെന്ന ആഗ്രഹത്തിന് പുറത്തായിരിക്കും. അപ്പോൾ ഒരു വീട് പണിയുമ്പോൾ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നും ലൗഡ് സ്പീക്കറിലൂടെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും വരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, എന്നോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്. അതായത് കൊട്ടാരക്കരയിലെ പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയായ JM ആർക്കിടെക്ട് ആൻഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സിന്റെ ഡയറക്ടറായ ജോൺസൺ സാറാണ് കേട്ടോ. അപ്പൊ സാർ നമസ്കാരം. സാർ വെൽക്കം ടു ലൗഡ് സ്പീക്കർ. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഓക്കെ, അപ്പൊ സാർ ലിസണേഴ്സിന് വേണ്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ 1987 മുതൽ കൊട്ടാരക്കരയിൽ ഉള്ള JM ആർക്കിടെക്ട്സ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സിന്റെ ചീഫ് കൺസൾട്ടിംഗ് എഞ്ചിനീയറും അതിന്റെ മാനേജിംഗ് ഡയറക്ടറുമാണ്. നിരവധി കെട്ടിടങ്ങൾ കൊട്ടാരക്കരയുടെ വിവിധ ഇടങ്ങളിൽ പണിയുവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പേര് കൊട്ടാരക്കരയ്ക്ക് എന്താണ് പുതിയൊരു പേരല്ല അപ്പോ? അതെ, ഓക്കെ. അത് ഇങ്ങനെ നിലനിർത്തിയ ജനങ്ങളോടും ദൈവത്തോടും പ്രത്യേകം നന്ദി. തീർച്ചയായിട്ടും ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നിർമ്മാണത്തിലൊക്കെ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുകിട കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ നിർമ്മാണ മേഖല നൽകുന്ന വാല്യൂ എന്താണ്? ശ്രീശാന്ത് ചോദിച്ചതായ ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പലർക്കും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. പലരുടെയും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഈ ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത ഒരു കെട്ടിടവും ഒരു സാധാരണ കോൺട്രാക്ടർ അല്ലെങ്കിൽ ഇതുമായിട്ട് ടെക്നിക്കലി, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ടെക്നിക്കലി നോളജ് ഇല്ലാത്ത ഒരു കെട്ടിടവും തമ്മിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാനധികം പറയേണ്ട കാര്യമില്ല. ഒരു വ്യക്തി, ഇപ്പം ശ്രീശാന്ത് തന്നെ ഒരു കെട്ടിടം വയ്ക്കണമെന്ന് തോന്നുന്നിട്ടെ, ശ്രീശാന്തിന്റെ മനസ്സിൽ ചില സ്വപ്നങ്ങളുണ്ട്. ഉറപ്പായിട്ടും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് അതിന്റെ സാങ്കേതിക വിദഗ്ധരായിരിക്കണം. കാരണം അതിന്റെ പ്രവൃത്തി പരിചയവും അതുപോലെ തന്നെ അതിനെ ആധികാരികരുമായി പഠിച്ചവരും അത് പലയിടത്ത് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ളതുമുള്ളവരെ അടുത്ത് ചെന്നാൽ ശ്രീശാന്തിന്റെ എന്തെല്ലാം ഉണ്ടോ ആ വിഷയങ്ങളെ ഓൾറെഡി അത് സൈറ്റ് വന്ന് കണ്ട് കൃത്യമായ രീതിയിൽ അതിൻ്റെ പ്ലാൻ തയ്യാറാക്കി നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് കൃത്യതയോട് ചെയ്യുകയും നിങ്ങൾ ചെയ്യുന്ന കെട്ടിടത്തിനെ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കെട്ടിടത്തെ ചിലപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ 3D വ്യൂ കണ്ട് അതിൻ്റെ കറക്റ്റ് ഡിജിറ്റൽ വ്യൂ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലൊപ്പം തന്നെ നിങ്ങൾ പലപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കും. ഞാനിപ്പോൾ ഒരു കെട്ടിടം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലെ ഒരു ഭംഗി ആയിരിക്കത്തില്ല മറ്റൊരാൾ. അതായത് ഈ ഒരു പ്രൊഫഷനിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ഉണ്ട്. ഇപ്പോൾ കണ്ടംപററി സ്റ്റൈലുണ്ട്, കൊളോണിയൽ സ്റ്റൈലുണ്ട്, ഗാലക്സി സ്റ്റൈലുണ്ട്, കേരള സ്റ്റൈലുണ്ട്. പക്ഷേ കെട്ടിടം വയ്ക്കുന്നത് എല്ലാവരും ഇത് പഠിക്കണമെന്നില്ല. എല്ലാവരും സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വന്ന് കെട്ടിടം പണിയാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് അതറിയാവുന്നവരടുത്ത് ചെന്ന ശേഷം അവരുമായി ഒരു തുറന്ന ചർച്ച ചെയ്യുകയും അതനുസരിച്ചൊരു പ്ലാൻ തയ്യാറാക്കി കൃത്യതയോ, അതിൽ ടെക്നിക്കൽ സൈഡും കൃത്യമായി ഉണ്ടായിരിക്കണം. അതിൻ്റെ ലോഡ് ബിയറിങ് കൃത്യമായ രീതിയിൽ അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഭംഗി നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വ്യത്യസ്തമായ കാലാവസ്ഥയാണ്. മഴയുണ്ടെങ്കിൽ വലിയ മഴയാണ്, ചൂടുണ്ടെങ്കിൽ വലിയ ചൂടാണ്. ഇതിനെയൊക്കെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും? ഇതൊക്കെ നോക്കി ചിട്ടയോട് ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ചെയ്യുന്നവരാണ് ഈ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ട്സുകൾ. മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്യണമെന്ന് ഇല്ല. അപ്പോൾ സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ ഈ കോൺട്രാക്ടേഴ്സിനെ അപേക്ഷിച്ച് ആർക്കിടെക്ടേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ഇൻവോൾവ് ആവുന്ന പ്രോജക്ട്സിന് കുറച്ചധികം കോസ്റ്റ് കൂടുതലാണെന്ന് പറയുന്ന ഒരു പരക്കെയുള്ള ആക്ഷേപമുണ്ട്. അത് ഒരു ജനങ്ങൾക്കൊരു ധാരണയാണെന്ന് മാത്രം പറയാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇത്രത്തോളം ശരിയാണ്? അത് തികച്ചും തെറ്റാണ്. കാരണം 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള എനിക്കത് പറയുമ്പോൾ തികച്ചും തെറ്റാണ്. കാരണം അത് പൊതുജനങ്ങളെ തെറ്റായ ഒരു ധാരണ കൊടുത്ത് ഞങ്ങളിൽ നിന്ന് തിരിക്കത്തക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആർക്കിടെക്റ്റുകളിൽ നിന്ന് തിരിക്കുവാനുള്ളൊരു സൂത്രപ്പണിയാണ്. അത് ചിന്തിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറത്തില്ല. പക്ഷെ അല്ലാത്തവരത് ചിന്തിച്ച് ഞങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നതിനുള്ള തന്ത്രപ്പാട് മാത്രമാണ്. ഒരു കാരണവശാലും ഒരു എഞ്ചിനീയേഴ്സോ ഒരു ആർക്കിടെക്റ്റോ ഡിസൈൻ ചെയ്യുന്ന കെട്ടിടങ്ങൾ ഒരു കാരണവശാലും അവരുടെ ഫണ്ടിന് അപ്പുറമാകില്ല. അപ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന ഒരു ക്ലയൻറ്റിനോട് ഞാൻ ആദ്യമായി ചോദിക്കുന്ന
ചോദ്യമാണ്. നിങ്ങൾക്ക് എത്ര ഫണ്ടാണ് നിങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എത്ര സെൻറ്റ് സ്ഥലമാണ്? ഞാൻ ആദ്യം ഒരു സ്ഥലവും കാണാതെ ഞാൻ ഒരു ബിൽഡിങ്ങും ഡിസൈൻ ചെയ്തിട്ടില്ല. സ്ഥലം കാണുന്നു, അവരുമായി നല്ല ഒരു ഫ്രണ്ട്ലി ടോക്ക് ചെയ്യുന്നു, അവരുടെ ഫണ്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നു, അതനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ അവർ ചിലർ പറയും എൻ്റെ മുറിക്കെല്ലാം നല്ല കാറ്റ് കിട്ടണം, വെളിച്ചം കിട്ടണം, ഞാൻ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഇങ്ങനെയാണ് സാർ, അങ്ങനെയാണ് എന്നെല്ലാം പറയുമ്പം അവർ നമ്മളൊരു ഫ്രണ്ട്ലി ടോക്ക് കിട്ടും. ഈ ഫ്രണ്ട്ലി ടോക്ക് അനുസരിച്ച് അവരുടെ ബഡ്ജറ്റ് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഭംഗി എങ്ങനെയുള്ളതാണ് അവർ ആശ്വസിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഇന്നലകളുടെ സ്വപ്നങ്ങൾ മുഴുവനും ഞങ്ങൾ ഒപ്പിയെടുത്ത് അത് സാക്ഷാത്കൃതമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫണ്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ചുരുക്കുകയാണ് എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട് ചെയ്യുന്നത്, പ്രവൃത്തി പരിചയമുള്ളവർ. ഓക്കെ, അപ്പോൾ ആ ധാരണ തികച്ചും തെറ്റാണെന്ന് നമുക്ക് പറയാമല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ എന്താണ് ഒരുപാട് അവരുടെ ഓരോ ആഗ്രഹങ്ങൾ പറയാറുണ്ടല്ലേ നമ്മൾ വീട് വെക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് ആഗ്രഹങ്ങൾ പറയുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആൾക്കാരുടെ ആഗ്രഹങ്ങൾക്ക് പുറത്ത് പൊറുതിമുട്ടിയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? വാസ്തവത്തിൽ ശ്രീശാന്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ വളരെ പ്രായോഗികമായുള്ള ക്വസ്റ്റ്യനാണ്. പലരും പല ക്വസ്റ്റ്യനുകളും ചോദിക്കും. പക്ഷേ ഒരു കെട്ടിടം പണിയുന്ന ഒരാളുടെ ക്വസ്റ്റ്യൻ നമുക്ക് അപ്രധാനമായി കരുതാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഒരു ചെറിയ കൊച്ചു വീടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മണിമാളികയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മണിസൗധമായിരിക്കാം. അതാരായാലും അവരുടെ സാമ്പത്തിക നിർവാഹം അനുസരിച്ച് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ സ്വാഭാവികം തന്നെയാണ്. ആ ചോദ്യത്തെ നമ്മൾ ഒരിക്കലും തിരസ്കരിക്കാൻ പറ്റത്തില്ല. അത് ക്ഷമാപൂർവം കേൾക്കുകയും ക്ഷമാപൂർവം അവർക്ക് മറുപടി കൊടുക്കുകയും തെറ്റായ കുറേ ധാരണകൾ, അല്പം മുമ്പേ ഒരു ചോദ്യം ചോദിച്ചതുപോലെ തെറ്റായ ധാരണകൾ ഈ സമൂഹം പരത്തുന്നുണ്ട്, അതില്ലാതാക്കുവാനും എൻ്റെ മുമ്പിൽ വരുന്ന ഒരു ക്ലയൻസിനോട് ഞാൻ പറയാറുണ്ട്. അതങ്ങനല്ല, ഇങ്ങനെയാണെന്ന് ഞാൻ പ്രൂഫ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ തെറ്റായ ധാരണകൾ മാറുകയും അവരുടെ ഈ തെറ്റായിട്ടുള്ളതായ പല ചിന്താഗതികൾ, നമ്മളിപ്പം ഒരു വീട് പണിയണമെന്ന് നമ്മൾ അടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരനോട് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു അയൽവാസിയോടോ പറയുമ്പോഴും 100 കമൻസുകളാണ്. അവർ ചോദിക്കാതെ പറ്റത്തില്ല. 100 ചോദ്യങ്ങൾ പറയും, 100 ഉത്തരങ്ങൾ പറയും. വാസ്തവത്തിൽ അവരൊരിക്കൽ പോലും ഒരു കെട്ടിടം പണിഞ്ഞ ആളായിരിക്കത്തില്ല, അവരൊരു സിവിൽ പഠിച്ച ആളായിരിക്കത്തില്ല. പക്ഷെ അവർ കണ്ടും കേട്ടും, പ്രത്യേകിച്ച് മലയാളികൾ, അഭിപ്രായം പറയുവാൻ മലയാളികളെ വെല്ലാൻ ആരുമില്ല. അറിയില്ലാത്ത നാസയെ കുറിച്ച് ചോദിച്ചാലും ഇവിടുത്തെ സാധാരണക്കാരൻ പറയണം, അറിയണം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തെറ്റില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവ് മറ്റവർക്ക് പ്രയോജനമുള്ളതാണോ എന്ന് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യുന്നത്, നമ്മൾ അവരുമായി അഭിമുഖീകരിക്കേണ്ടുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ സെഗ്മെന്റിന്റെ മെയിൻ അട്രാക്ഷനിലേക്ക് പോവുകയാണ്. അതായത് ഒരു വീട് പണിയുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പക്ഷേ എല്ലാ ശ്രോതാക്കളും വളരെ ശ്രദ്ധയോട് കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്. വളരെ പ്രസക്തമുള്ളൊരു ചോദ്യമാണ് ശ്രീശാന്ത് ചോദിച്ച ചോദ്യം. പറയുമ്പോൾ ഒത്തിരി ദീർഘമായി പറയേണ്ടതുണ്ട്. പക്ഷേ എനിക്കുള്ള സമയദൈർഘ്യം എനിക്ക് നല്ലോണം അറിയാം. വീട് പണിയുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ശ്രീശാന്ത് ചോദിച്ച ചോദ്യം. കാരണം ഒരു വീട് പണിയുന്ന മനുഷ്യൻ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ആ വീട് പണിയുന്നത്. അതിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പലതും ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ്റെ എസ്റ്റിമേറ്റ് തന്നെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ടിൽ ഒതുക്കി നിർത്താൻ കഴിയും. അത് ഇതിനെക്കുറിച്ച് ഞാൻ മനോരമ വീടെന്നൊക്കെ ഉള്ളിടത്തൊക്കെ ഇതിനുവേണ്ടി പ്രത്യേകം ക്ലാസ്സുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഒന്ന്, നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനെ കുറിച്ച് നമുക്ക് എത്ര രൂപ ഈ കെട്ടിടത്തിന് വേണ്ടി ചിലവാക്കാം എന്നുള്ളതിനെ കുറിച്ച് കെട്ടിടം പണിയുന്ന ആൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കും. ആ വ്യക്തമായ എമൗണ്ട് ഇത് ഡിസൈൻ ചെയ്യാൻ കൊടുക്കുന്ന ആർക്കിടെക്റ്റിനോടോ എഞ്ചിനീയറുടെ കയ്യിൽ നിങ്ങൾ പറഞ്ഞിരിക്കണം. കാരണം പലർക്കും ഞാൻ ഒരുപാട് പേരെ, ആയിരക്കണക്കിന് ക്ലയൻസിനെ കണ്ടതുകൊണ്ട് അവരുടെ അനുഭവം കൊണ്ട് പറയാം. ചിലർ അവരുടെ സ്വപ്നങ്ങൾ മാത്രമേ പറയൂ, ഫണ്ട് പറയത്തില്ല. അപ്പം അതനുസരിച്ച് നമ്മളൊരു പ്ലാൻ പറയും. ചിലർ ഇപ്പോഴൊക്കെ കുറച്ച് പേര് ഏരിയ എത്ര ആവണമെന്ന് പറയും. അങ്ങനെയും പറയത്തില്ല. 90 കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയും പറയത്തില്ല. അവരുടെ ആഗ്രഹപ്രകാരം നമ്മളൊരു പ്ലാൻ ചെയ്യും. നമ്മൾ അവരുടെ ഫണ്ട് അറിയത്തില്ല. പക്ഷേ ആ വരച്ച പ്ലാൻ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, അതിൽ നിന്ന് പിന്മാറാൻ അവർക്ക് പറ്റത്തില്ല. അങ്ങനെ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ വല്ലാത്ത ഒരു അവസ്ഥയിലെത്തും. അവരുടെ കയ്യിലെ ഫണ്ട് കുറവ്, പക്ഷെ സ്വപ്നം വലുത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റിലാണ് ഈ പണി തീരേണ്ടതെന്ന് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയറോടോ ആർക്കിടെക്റ്റിനോടോ നിങ്ങൾ പറഞ്ഞിരിക്കണം. അതനുസരിച്ച് പ്ലാൻ ആയിരിക്കണം മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഫണ്ട് കുറവാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഒന്നും നഷ്ടപ്പെടുകയില്ല. വലിയ വീടുകൾ എന്നുള്ള സ്വപ്നങ്ങൾ അവരുടെ ഫണ്ട് അനുസരിച്ചാവാം.
അവരുടെ ഫണ്ട് അനുസരിച്ചവർക്കാകാം. പക്ഷേ ഒരു മീഡിയം വീടായാലും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ചെറിയ വീടാണെങ്കിൽ ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും ഫിനിഷ്ഡ് ആയതും ഏറ്റവും നീറ്റായതുമായ ഒരു വീടാണ് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ. ഞാൻ ഇത്രയും കെട്ടിടങ്ങൾ ചെയ്ത ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലെ സ്വപ്നം. അതുകൊണ്ടും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ക്ലയൻസിനോട് പറയും, നിങ്ങളുടെ കയ്യിൽ എന്താണ് ഫണ്ട്. അതുപോലെ തന്നെ ഒരു കെട്ടിടം പണിയുമ്പോൾ വലിപ്പം കൂട്ടാൻ വേണ്ടി ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ യഥാർത്ഥത്തിൽ വഴിയിൽ കിടക്കുന്ന ഒരു കോടാലി എടുത്ത്, നമ്മൾ പഴയ പൂർവീകന്മാർ പറയുന്ന ഒരു വഴിയിൽ കിടക്കുന്ന കോടാലി എടുത്ത് കാലയെ കിട്ടുക. നിങ്ങളുടെ വീട് വലിപ്പമുള്ളതായിരിക്കണം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സാമ്പത്തികം കുറഞ്ഞിരിക്കണം. അങ്ങനെ സംഭവിച്ചാൽ ഇന്ന് മാർക്കറ്റിൽ പല മെറ്റീരിയലുകളും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എം സാൻഡ് അല്ലെങ്കിൽ പി സാൻഡ്, അതുപോലെ തന്നെ ഈ കമ്പികൾ തന്നെ പല രീതിയിലുള്ള കമ്പികളുണ്ട്. അത് ഫസ്റ്റ് ഓർഡർ കമ്പി, അതായത് പ്രീമിയം ബാറുകളും ഉണ്ട്, റീവാറുകളും ഉണ്ട്. വാസ്തവത്തിൽ ഇതെല്ലാം പഠിച്ചിട്ടൊന്നും ഒരു കെട്ടിടം പണിയാൻ എളുപ്പമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കൃത്യതയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ 6 മാസമോ 8 മാസമോ കഴിയുമ്പോൾ അതിന് ക്രാക്സ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ചോർച്ചയുണ്ടാകുകയോ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാനിങ്ങിൽ കൂടെ ആയിരിക്കണം നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കെട്ടിടം പണിയുന്നത് എങ്ങനെയെങ്കിലും ചെയ്തിട്ട്, ഇപ്പം ചിലർ പറയും എനിക്ക് എങ്ങനെ ഒരു കെട്ടിടം കിട്ടിയാൽ പോരാ, ഇതിൻ്റെ സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പോൾ ഒരു കെട്ടിടം ഫസ്റ്റ് തുടങ്ങുന്നതിന് ഞങ്ങളുടെ ടെക്നിക്കലി അല്ലെങ്കിൽ ആർക്കിടെക്ട് എഞ്ചിനീയേഴ്സിൻ്റെ ഭാഷയിൽ തന്നെ സൈറ്റ് ക്ലീനിങ് എന്ന് പറയും. സൈറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം സെറ്റ് ഔട്ട് ചെയ്യും. സെറ്റ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ഉള്ള എക്സ്കവേഷൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞിട്ടാണ് സൂപ്പർ സ്ട്രക്ചറുകൾ. അതുപോലെ തന്നെ ഇതിനെല്ലാം കൃത്യതയോട് തന്നെ ചെയ്യണം. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലൊക്കെ കെട്ടിടത്തിൻ്റെ ഭിത്തി പണിയുന്നത് സിമെന്റ് ബ്ലോക്കും ചെയ്യാറുണ്ട്, മറ്റേ എന്ത് ചെയ്യുന്നത് ഇഷ്ടിക വെച്ച് ചെയ്യാറുണ്ട്. ഇഷ്ടിക വെച്ച് ചെയ്യുന്ന കെട്ടിടം നിങ്ങൾ ഇഷ്ടിക അങ്ങ് ബലമുണ്ടെന്നല്ല, ഇഷ്ടിക ബലമുള്ളതാണ്. പക്ഷേ ഇഷ്ടിക ചെയ്യുന്നതിന് മുമ്പ് മണിക്കൂറുകളോളം അത് ക്യൂർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതിനൊക്കെ പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്യണം. ഞങ്ങളൊക്കെ ചെയ്യുന്ന സൈറ്റുകളാണെങ്കിൽ, ഇഷ്ടികയുള്ള സൈറ്റാണെങ്കിൽ ഫസ്റ്റ് ഒരു ടാങ്ക് കൃത്യതയോടുകൂടി ചെയ്യും. ടാങ്ക് അല്ലെങ്കിൽ വലിയ ടാങ്ക് മറ്റും അതുപോലെ തന്നെ ബിപിഒ അങ്ങനെയുള്ള കാര്യങ്ങൾ. എൻ്റെ അഭിപ്രായത്തിൽ ബിപിഒക്കൊക്കെ നല്ലത് കൃത്യമായ ഒരു ടാങ്ക് തന്നെ ചെയ്ത് അതിൽ ഒരു കുറഞ്ഞത് ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ കട്ട കിടന്ന് കുതിർന്നതിന് ശേഷമേ കട്ട എടുത്ത് നമ്മൾ ഭിത്തി ഉപയോഗിക്കാനായിട്ട് മെസ്റ്ററി വർക്കിലേക്ക് പോകാവൂ. അപ്പോൾ അങ്ങനെ ചില ചിട്ടയായ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഒരു സ്റ്റെപ്പ് മാറി ചെയ്യാൻ പാടില്ല. ഇപ്പം ഉദാഹരണത്തിന് ഫൗണ്ടേഷൻ കഴിഞ്ഞു, സൂപ്പർ സ്ട്രക്ചർ കഴിഞ്ഞു, അത് കഴിഞ്ഞ് വയറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞു, പ്ലാസ്റ്ററിങ് കഴിഞ്ഞു. ഇതിനെല്ലാം ചിട്ടയോടുകൂടി തന്നെ ചെയ്തിരിക്കണം എന്നുള്ളത് കെട്ടിടത്തിന്റെ ഡ്യൂറബിലിറ്റി ഏറ്റവും ആവശ്യം. അപ്പോൾ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ വീട് പണിയുമ്പോൾ, അതായത് വീട് പണിയുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് മാക്സിമം ചെലവ് കുറച്ച് നല്ല ഒരു ഔട്ടിലേക്ക് എത്തുക എന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വീട് പണിയുമ്പോൾ ചിലവ് എങ്ങനെ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ സാധിക്കും? വീടിന്റെ ചെലവ് ചുരുക്കുക എന്ന് പറഞ്ഞാൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. നമ്മൾ തന്നെ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സൈറ്റിനോട് ഏറ്റവും അടുത്ത സൈറ്റിൽ എന്താണ് കിട്ടുന്നത് അത് ഉപയോഗിച്ച് കെട്ടിടം പണിയാൻ ഉപയോഗിക്കുക. ട്രാൻസ്പോർട്ടേഷന് പൈസ വെറുതെ പോകാൻ പാടില്ല. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഏത് മെറ്റീരിയൽ നമ്മൾ സ്വയമായി വാങ്ങിച്ച് ചെയ്യുവാണെങ്കിലും മീഡിയേറ്ററെ ഒഴിവാക്കുക. ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ബന്ധം പുലർത്തുക. പിന്നെ വ്യക്തതയുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു എഞ്ചിനീയറുടെയോ ഒരു ആർക്കിടെക്റ്റിന്റെയോ സൂപ്പർവിഷൻ മസ്റ്റായി നൽകുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സമയമില്ലെങ്കിൽ അവരെ പോലെ ഒരാളെ ഏൽപ്പിക്കുക. കാരണം ടെക്നിക്കൽ സൈഡും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സൈഡും അറിയാവുന്ന ഒരു എഞ്ചിനീയറെയോ ഒരു ബിൽഡറെയോ ഏൽപ്പിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്തുള്ള അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ പറ്റും. അനാവശ്യ ചെലവുകൾ ഞാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ പല സൈറ്റുകളും കണ്ടിട്ടുണ്ട്. ഒരു ഭിത്തി കെട്ടിയതിന് ശേഷം പെട്ടെന്ന് വീട്ടിൽ ഒരാൾ ഒരു മെമ്പർ പറയുക, ഈ ഭിത്തി ഇച്ചിരി വീതി കൂടിയാൽ കൊള്ളാമായിരുന്നു. അങ്ങനെ ആകുമ്പോൾ എന്തെല്ലാം സംഭവിക്കും? ആ ഭിത്തി പൊളിക്കണം, അവിടെ അഡീഷണൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കണം, എത്രമാത്രം പണി നഷ്ടം, മെറ്റീരിയൽ നഷ്ടം, ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ചിട്ടയോടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ ആയിരിക്കണം നിങ്ങളുടെ നിർമ്മാണത്തിൻ്റെ ഓരോ ലെവലുകളും മുന്നോട്ട് പോകേണ്ടത്. അത് കൃത്യതയോടുകൂടി ആയിരിക്കണം. അതുകൊണ്ട് ഫണ്ട് ചിലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടായിരിക്കണം. ഈ ധാരണയില്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരിക്കലും ഈ ലാഭത്തേക്കാളേറെ നഷ്ടമുണ്ടാകും. ഓക്കെ സാർ, അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നിർമ്മാണ മേഖലയിൽ നിന്ന് സാർ പൊതുവെ നേരിടുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? ഞങ്ങൾക്കിപ്പം വെല്ലുവിളികളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ ഈ കാലഘട്ടങ്ങളിൽ. ഒന്നാമത്തെ കാര്യം, ആൾക്കാർ നമ്മുടെ യൂത്തൊക്കെ
അധികവും രാജ്യം വിട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഞങ്ങളെ പോലുള്ള എഞ്ചിനീയേഴ്സിനെ, ആർക്കിടെക്ട്സിനെ. അതെ, ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഒരു സമയത്ത് അങ്ങനല്ലായിരുന്നു. അവര് നമ്മുടെ ഈ കേരളത്തിലുടനീളം ഏത് വഴിയിലൂടെ, ഞാൻ പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പലയിടങ്ങളിലും പല ഊടുവഴികളിലും പോകും. അവിടെയൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ ആകർഷിക്കുന്ന അവിടുത്തെ വീടുകളാണ്. എവിടെ നോക്കിയാലും വീടുകൾ. എനിക്ക് തോന്നുന്നത് കേരളത്തിന് മാത്രം കിട്ടിയ ഒരു സൗഭാഗ്യമാണ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ പോലൊന്നും ഇങ്ങനെ നല്ല വീടുകൾ കാണില്ല. തീർച്ചയായും. അപ്പം അതിനെക്കുറിച്ച് ഞാനൊരു 87 മുതൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്നുള്ളതിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ അതിന് എനിക്ക് ഉത്തരവും കിട്ടി. ആ ഉത്തരം മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ജോലിയില്ലാത്തവർ ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു ആശ്രയിക്കുന്നത്. അവിടെ അവർ സ്ഥിരതാമസക്കാരല്ലായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ട് അവരൊരു ജനിച്ച നാട്, വീട് വേണം, കട വേണം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായകരമായ എന്തെങ്കിലും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം, ഇതെല്ലാമായിരുന്നു അവരുടെ മോട്ടോ. പക്ഷെ ഇന്നത്തെ കാലഘട്ടം എന്തുകൊണ്ടോ അതിൽ നിന്ന് കുറച്ച് മാറ്റം വന്നിരിക്കുന്നു. ഇപ്പം ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ട്. അപ്പം അവിടെ ഒരു വീടും കൂടി അധികം വേണമെങ്കിൽ ആരാ നിശ്ചയിക്കുന്നത്? അവിടുത്തെ ആ വളർന്നു വരുന്ന ആളായിരിക്കും, ആ മകനോ മകളോ ആയിരിക്കും. പക്ഷെ അയാൾക്ക് വീട് വേണ്ട, ഇനി മറ്റൊരു രാജ്യത്തിലേക്ക് പോകണം എന്നൊക്കെ ചിന്തിക്കുന്നത്, അത് അവരെ ഞാൻ ആരും കുറ്റം പറയുന്നില്ല, അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. തീർച്ചയായിട്ടും. പിന്നെ അടുത്തതായിട്ട് മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, അല്പം മുമ്പേ നമ്മൾ പറഞ്ഞ ചോദ്യം തന്നെയാണ്. പലയിടങ്ങളിലും കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട്. ഒരു രൂപവുമില്ല, ഭാവവുമില്ല, ഒരു വിധമാകുന്ന ടെക്നിക്കലി ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലാത്ത കുറേ മനുഷ്യർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആ വീട്ടിലുള്ള ഏറ്റവും അടുത്ത സ്നേഹിതരായിരിക്കും ചിലപ്പോൾ അതിൻ്റെ കോൺടാക്ട് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അടുത്ത വീട്ടിൽ എപ്പോഴും വരുന്ന മേശിന്മാരായിരിക്കും. പക്ഷേ മേശിന്മാരൊന്നും വാസ്തവത്തിൽ അത് ക്വാളിഫൈഡ്, അവർ പ്രവൃത്തി പരിചയം മാത്രമേ ഉള്ളൂ. എഞ്ചിനീയർമാരുടെ കീഴിൽ നിന്നുള്ള പ്രവൃത്തി പരിചയം മാത്രമേ ഉള്ളൂ. പുതിയതായ ഒരു ക്രിയേഷൻ എപ്പോഴായാലും ഒരു എഞ്ചിനീയറോ ആർക്കിടെക്റ്റിൻ്റെ ഒരു ഡിസൈനും അവരുടെ ടച്ചും ഇല്ലാതെ ഒരു കാരണവശാലും അവരുടെ മുമ്പിലേക്ക് എറിയപ്പെടുന്നത് ഞങ്ങൾക്കൊരു വെല്ലുവിളിയാണ്. കാരണം ഞങ്ങൾക്ക് തന്നെ വിഷമോ. കാരണം ഒരു കാര്യം അറിയാവുന്ന, ഒരു കിണറിൻ്റെ ആഴം അറിയാവുന്നവനെ ആ ആഴത്തിൽ ഒരാൾ വീണാലുള്ള ദുഃഖം അറിയത്തുള്ളൂ. തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിനെയൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോയി നല്ല വീടുകൾ ഉണ്ടാകട്ടെ, അത് അവരുടെ സ്വപ്നമാണ്, അത് ദീർഘനാൾ നിൽക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ ഈ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഓരോ ദിവസത്തെ ഞങ്ങൾ എതിരേൽക്കുന്നത്. അപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ വീടുകൾ പണിയുമ്പോൾ കാലത്തിനൊത്ത് മനുഷ്യർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അപ്ഡേഷനുകൾ ഈ വീടുകൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ പുതിയ ട്രെൻഡുകളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്നത്തെ പുതിയ ട്രെൻഡുകൾ അല്ലെങ്കിൽ പുതിയ ഡിസൈൻ രീതികൾ ഏതൊക്കെയാണ്? ഇതും നമ്മുടെ നാടിന് വേണ്ടുന്ന ഒരു നല്ല ചോദ്യമാണ്. കാരണം 87 മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്കറിയാം. അന്ന് വീടുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ അന്നെല്ലാം ടൈൽ റൂഫുകളായിരുന്നു. ടൈൽ റൂഫുകളുടെ ഫ്രണ്ടിൽ ഒരു ഹാള് വെക്കാനാണ് പലരും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അന്നൊന്നും മേശരിമാർ ചാടി വീഴത്തില്ല. കാരണം ഈ സ്ലാബ് എങ്ങനെ വരും, അത് ഇടിഞ്ഞു പോകുമോ എന്നുള്ളതായ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പോലെ ചെറിയ വീടുകൾക്ക് പോലും ഞങ്ങൾ ചെല്ലാറുണ്ട്. അപ്പം അവിടെ ചെല്ലുമ്പോൾ അന്നത്തെ റൂമുകളുടെ വലിപ്പവും, അത് ആദ്യം ഒരു ഹാളും ഒരു മുറി വെച്ചിട്ട് ഫ്രണ്ട് ഒരു കോൺക്രീറ്റ് മയമാക്കുക. പിന്നീട് അത് മാറി. പിന്നെ നമ്മൾ ഒത്തിരി കൂടെ സാമ്പത്തികമായും എല്ലാം മുന്നോട്ട് വന്നപ്പോൾ നമ്മളത് പൊളിച്ചു കളഞ്ഞ് പുതിയ വീടുകളുണ്ടാക്കും. ആദ്യ സമയങ്ങളിൽ ഈ 90 കാലഘട്ടങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പല വീടുകളും ചെയ്യുമ്പോൾ അവിടുത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ടോയ്ലറ്റ് അകത്ത് വയ്ക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അവരൊരു കാരണവശാലും ടോയ്ലറ്റ് അകത്ത് വയ്ക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അത് എത്രയോ കാലം കഴിഞ്ഞാണ് ഇപ്പം ഏത് ബെഡ്റൂമിനോടും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വേണം. അന്നത്തെ ബെഡ്റൂമുകളുടെ വലിപ്പം എനിക്കറിയാം. ഇന്നും അത് അവർക്ക് 10 മതി, അല്ലെങ്കിൽ ഒരു 10 അടി ലെങ്തും 10 അടി ബെഡ്ത്തുമുള്ള, അല്ലെങ്കിൽ 3 മീറ്റർ × 3 മീറ്ററിന്റെ ഒരു മുറി മതി. അവർക്കത് മതി. അതിനകത്ത് ഉദ്ദേശിക്കുന്ന കട്ടിലിടുക, കിടക്കുക. പക്ഷെ ഇന്ന് കാലങ്ങൾ മാറി. തീർച്ചയായിട്ടും. ഇപ്പൊ ഇന്ന് ആഗ്രഹിക്കുന്ന ബെഡ്റൂമിന്റെ വലിപ്പം അതല്ല. ഒരു ബെഡ്റൂം എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഈ നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെ അറിയാം, നമ്മൾ പലരും വർക്ക് ചെയ്യുന്നത് തന്നെ ബെഡ്റൂമിലായിരുന്നു. ആ ഒരു സാഹചര്യം അനുസരിച്ച് ഇന്ന് ബെഡ്റൂമുകളുടെ വലിപ്പം കൂടി. മോസ്റ്റ് മോഡേണായ രീതിയിൽ ജനങ്ങളുടെ ജീവിത ശൈലി അനുസരിച്ച്, ഒന്നുകൂടെ ഏറ്റവും ഷോർട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിത രീതി അനുസരിച്ച് അനുസരിച്ചുള്ള പുതിയ ഡിസൈനുകളാണ് ഞങ്ങൾ ഇന്നത്തെ കാലത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പ്രധാനമായി 4 സ്റ്റൈലാണ് ഞങ്ങൾ കേരളത്തിൽ സ്റ്റൈലുകൾ ചെയ്യുന്നത്. ഒന്ന് കണ്ടംപററി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ബോക്സ് ടൈപ്പ്. ഈ കണ്ടംപററി സ്റ്റൈലിന് ഒരു ബോക്സ് ടൈപ്പാണ്. ഇത് വാസ്തവത്തിൽ എങ്ങനെയാണ് കേരളത്തിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ, ഇത്രയൊന്നും മഴയില്ലാത്ത നാടുകളിൽ നിന്ന്, അതായത് ഈ യഥാർത്ഥത്തിൽ ഈ കണ്ടംപററി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ ഒരു രീതിയാണ്. അവിടെ ഈ ഓൾറെഡി മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ ഉള്ള ഒരു രീതിയാണ് ഈ കണ്ടംപററി സ്റ്റൈൽ. അതിൽ നിന്നാണ്
കെട്ടിടവും കണ്ടംപററിയിലേക്ക് വന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് കുറവായിരിക്കും. അതുപോലെ തന്നെ മറ്റു ചില ക്രമീകരണങ്ങൾ, അതായത് അത് പൂർണ്ണമായി അട്രാക്ഷൻ ആകുന്നത് ഫസ്റ്റ് സമയത്ത് ആ പെയിന്റിങ്ങും കാര്യങ്ങൾ കൂടിയായിരിക്കും. പക്ഷെ അതിൻ്റെ പെയിന്റിങ് ഒത്തിരി നാൾ നിൽക്കുകയില്ല. കാരണം മഴയെയും വെയിലിനെയും റെസിസ്റ്റ് ചെയ്യാനുള്ളതായ ഷെയ്ഡിന്റെ വലിപ്പം കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല കണ്ടംപററി നിങ്ങൾക്ക് സ്റ്റൈൽ വിടാം, പക്ഷേ അതിനെ ചില മാറ്റങ്ങൾ വരുത്തി. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മഴ ഭയങ്കര മഴയാണ്, വെയിലുണ്ട്, അതിനെ റെസിസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ അതിന് ചില മാറ്റങ്ങൾ വരുത്തി ആ സ്റ്റൈൽ വിടുന്നതിന് കുഴപ്പമില്ല. മറ്റൊരു സ്റ്റൈലാണ് കൊളോണിയൽ. കൊളോണിയൽ വന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് ചേക്കേറിയത് കൊളോണിയൽ സ്റ്റൈൽ. അതായത് പണ്ട് കോളനി ഇടങ്ങളിൽ ഈ ടാർപ്പ പോലെ വലിച്ചു കെട്ടി രണ്ട് സൈഡിലോട്ട് വലിച്ചു കിട്ടുന്ന ഒരു സ്റ്റൈൽ ഫോളോ അപ്പ് ചെയ്താണ് ഈ കൊളോണിയൽ വന്നത്. അതിനൊരു കൊളോണിയൽ സ്റ്റൈൽ അങ്ങനെയാണ് കൊളോണിയൽ എന്ന് ലഭിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ കൊളോണിയൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കേരള സ്റ്റൈൽ പോലെയല്ല. അതിന്റെ റൂഫ് രണ്ട് സൈഡിൽ ചിറകുകൾ വിരിച്ചതുപോലെയുള്ള ഇതായിരിക്കും. അത് വാസ്തവത്തിൽ അതിനും ഈ പറയുന്നോണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് വ്യത്യസ്തമായ രീതിയിൽ ഡിസൈനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതും ഭംഗിയായിരിക്കും. മറ്റൊന്നാണ് കേരള സ്റ്റൈൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്, സ്വന്തം സ്റ്റൈൽ. അത് നമ്മുടെ വലിയ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഈ കൂര അടിച്ചതിന്റെ മുകളിൽ ഓടിടുന്നതാണ്. അതിൽ ഓടിടാനുള്ള സൗകര്യവും അതനുസരിച്ചുള്ള വാല്യൂ ഡ്രാഫ്റ്റർ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകി പോകാനുള്ള ചാലുകൾ, അതിനകത്ത് കിങ് പോസ്റ്റ്, അതുപോലെ തന്നെ മറ്റേ പട്ടിയലുകൾ, അതിന് ഈ ഉത്തരത്തിനാണ് ഡ്രാഫ്റ്റർ. ഇതെല്ലാം കൂടെ ചെയ്യുന്നതായ ആ സ്റ്റൈലിന്റെ ഒരു തനിയാവർത്തനമാണ് കേരള സ്റ്റൈൽ. അതും പലയിടങ്ങളിലും ഉണ്ട്. കേരളത്തിൽ വളരെയധികം പ്രചോദിപ്പിച്ച ഒരു സ്റ്റൈലാണ് കേരള സ്റ്റൈൽ. അതിന് വാസ്തവത്തിൽ ഇപ്പോഴെന്താണ് അത് കുറഞ്ഞതെന്ന് ചോദിച്ചാൽ, കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചത് കൊണ്ട് ഈ കേരള സ്റ്റൈലിന്റെ റൂഫിനൊക്കെ അല്പം മെറ്റീരിയൽ കോസ്റ്റ് കൂടുതലാകും. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ഇടുന്ന ടൈല് പെയിന്റ് അടിക്കണം. ഇങ്ങനെയൊക്കെ ചെലവ് ചുരുക്കൽ സമ്പ്രദായത്തിലൂടെയാണ് കേരള സ്റ്റൈൽ മാറി ഈ കൊളോണിയലിലേക്കും അതുപോലെ തന്നെ കണ്ടംപററിയിലേക്ക്, പ്രത്യേകിച്ച് കണ്ടംപററിയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, കേരളത്തിലുള്ള സ്റ്റൈലുകൾ: ഒന്ന് കണ്ടംപററി, മറ്റൊന്ന് കൊളോണിയൽ, വേറൊന്ന് കേരള സ്റ്റൈൽ, പിന്നെ ഗാലക്സി എന്ന് പറഞ്ഞത് രണ്ട് മൂന്ന് സ്റ്റൈൽ കൂടെ മിക്സ് ആയിരിക്കും. അത് കണ്ടംപററിയും കാണും, കൊളോണിയലും കാണും. വേണമെങ്കിൽ അത്യാവശ്യം അതിനകത്ത് എലിപ്റ്റിക്കൽ റൂഫ് വരാം. ഇങ്ങനെ ഈ പകുതി, അതായത് എലിപ്റ്റിക്കൽ കോഴിമുട്ടയുടെ ആകൃതിയിലൊക്കെ ഉള്ളതാകാം. അതെല്ലാം കൂടെ ചേർന്ന, എല്ലാ സ്റ്റൈലും കൂടെ ചേർന്നയാണ് ഏത് പറയുന്നത്, ഗാലക്സി എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായി ഇത്രയും സ്റ്റൈലാണ് കേരളത്തിലുള്ളത്. ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ സ്ഥാപനമായ JM സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്, നമ്മുടെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ ഓപ്പോസിറ്റാണ് നമ്മുടെ സ്ഥാപനം. അപ്പം ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ സ്റ്റൈലുകളുടെ എല്ലാത്തിൻ്റെയും അതിൻ്റെ 3D വ്യൂകളും അതിൻ്റെ ഫോട്ടോഗ്രാഫികളും ഒക്കെ ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങൾ അതിനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ കിച്ചണിന്റെ കാര്യം പറയുകയാണെങ്കിൽ പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറിയിട്ടുണ്ടല്ലേ. മോഡുലാർ ഓപ്പൺ കിച്ചണുകളുടെ കാലമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡുലാർ കിച്ചണുകളുടെ നിർമ്മാണ രീതികളും ചെലവും ഒക്കെ എങ്ങനെയാണ്? കിച്ചൺ എന്ന് പറയുമ്പോൾ ആദ്യകാലത്തെ നമുക്കറിയാം, കിച്ചണിന്റെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഒരു വർക്കിംഗ് സ്ലാവാണ്. വർക്കിംഗ് സ്ലാബ് പണ്ടൊക്കെ ചെയ്ത സ്ലാബുകളിൽ അവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രത്യേകിച്ച് അമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരോ അല്ലെങ്കിൽ വീട്ടിലെ ഗൃഹനായികമാരോ ഒക്കെ ചെയ്യുന്ന ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതാണ് ആദ്യമൊക്കെ ഇതിന്റെ സ്ലാബ് നിർമ്മിച്ചിരുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ആ വീട്ടിലെ ആരാണോ കിച്ചൺ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ വീട്ടിലെ ലേഡീസിൻ്റെ ഹൈറ്റ് ആസ്പദമാക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ അതിൻ്റെ ഈ വർക്കിംഗ് സ്ലാബിൻ്റെ ഹൈറ്റിന് ചെയ്യുന്നത്. അത് ഞങ്ങൾ ഏറ്റവും മാക്സിമം 90 സെൻറ്റിമീറ്റർ മുതൽ താഴോട്ട് അത് ചെയ്യും. അതിനുശേഷം ഇപ്പം ആൾക്കാർക്കെല്ലാം ഇപ്പം പഴയ രീതിയിലല്ലോ, കിച്ചൻ്റെ രീതികൾ തന്നെ മാറിയല്ലോ. തീർച്ചയായിട്ടും. നമ്മുടെ അമ്മച്ചിമാരും ഒക്കെ നമുക്ക് ആദ്യത്തെ കിച്ചണിലൊക്കെ ചെയ്യുന്നത് നമുക്ക് തേങ്ങ തിരികി മുളക് വെച്ച് അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഇട്ട് ചമ്മന്തി അരകല്ലിലാണ് അരച്ചിരുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ആട്ടുകല്ലിലായിരുന്നു നമുക്ക് പണ്ട് നമ്മൾ ദോശയ്ക്കൊക്കെ മാവുകൾ കുഴക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ആ രീതി മാറി. അതിന്റെ സ്ഥാനത്ത് മിക്സിയായി, മിക്സറായി, അതുപോലെ തന്നെ ഗ്രൈൻഡറായി, അതുപോലെ തന്നെ അടുപ്പിൽ തന്നെ ഓവൽ എന്ന് വേണ്ട വിവിധമായ അത്യാധുനിക സംവിധാനങ്ങളായപ്പോഴേക്കും കിച്ചന്റെ രൂപം മാറി. തീർച്ചയായിട്ടും. അതിനിരിക്കത്തക്ക രീതിയിലുള്ള സ്ഥലങ്ങൾ ഇടുക, പ്ലഗ് പോയിന്റുകൾ ഉണ്ടാക്കുക. പിന്നെ മോഡുലാർ എന്ന് പറയുന്നതും അപ്പൊ ഈ സ്ലാബിന് അടിയിലും മേളിലുമായി നമ്മുടെ
പാത്രങ്ങളും സ്പൂണുകളും ഒക്കെ വെക്കാനുള്ള ഒരു സംവിധാനമാണ് മോഡുലാർ. അത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ മോഡുലാറുകൾ നിർമ്മിക്കുന്നുണ്ട്. അത് നമ്മൾ കബോർഡിനുള്ളിൽ ഫിറ്റ് ചെയ്ത് വെക്കുക. അത് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായല്ലോ, പണ്ടത്തേനേക്കാളും കിച്ചണിന് ചെലവ് വർദ്ധിക്കും. അതിന് തീർച്ചയായിട്ടും മോഡുലാർ വേണം. മോഡുലാർ ആവശ്യമുള്ള ഭാഗത്ത് വേണം. ആവശ്യമില്ലാത്തടത്തും താഴെയും മേലും ഒക്കെ മോഡുലാർ വെച്ച് നിങ്ങളുടെ കിച്ചന്റെ കോസ്റ്റ് ഓഫ് മണി എസ്റ്റിമേറ്റ് വർദ്ധിപ്പിക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അതുകൊണ്ട് ആവശ്യമുള്ള മോഡുലാർ ആവശ്യമുള്ളിടത്ത് മോഡുലാർ വെക്കുക, മിക്സിക്ക് പോയിന്റ് എടുത്തിടത്ത് മിക്സിക്ക് പോയിന്റ് ഇടുക, ഗ്രൈൻഡറിന്റെ ഭാഗത്ത് ഗ്രൈൻഡർ വെക്കുക, ഇതെല്ലാം ചെയ്യും. അപ്പം പണ്ടത്തെ കിച്ചണും ഇപ്പോഴത്തെ കിച്ചണും തമ്മിലുള്ള വ്യത്യാസം സ്വാഭാവികമായി അതിന്റെ കോസ്റ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം വീടുകൾ പണിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഫ്ലോർ ടൈൽസ് ആൻഡ് വാൾ പെയിന്റ്സ് തമ്മിൽ വലിയൊരു ബന്ധമുണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും എങ്ങനെ നമുക്ക് വൈസ്ലി ചൂസ് ചെയ്യാൻ പറ്റും? നമ്മളിപ്പം ഉദാഹരണത്തിന് നമ്മളൊരു ഡ്രസ്സ് ഇട്ടാൽ തന്നെ ഒരു മാച്ചിങ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സമയത്ത് ഉണ്ടായിരുന്നു, നിങ്ങളുടെ സമയത്ത് ഉണ്ടോ ഉണ്ടായിരിക്കുമല്ലോ. ഇത് തന്നെയാണ് ഞങ്ങൾ ഈ പെയിന്റിങ്ങിലും ഈ ടൈൽസിലും ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ താഴെ ഒരു ടൈൽസ് ഇട്ടാൽ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന പെയിന്റ് വേണം ഉപയോഗിക്കാൻ. അല്ലാതെ അപ്പുറത്തെ വീട്ടിൽ ഒരാളൊരു പെയിന്റ് അടിച്ചു അതുകൊണ്ട് നിധി പകർത്താൻ നോക്കരുത്. പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ ആർക്കിടെക്ട്സിന് വ്യക്തമായ ഒരു നിലപാടുകളോട് കൂടിയാണ് ആ പ്ലാൻ തയ്യാറാക്കുന്നത്. പക്ഷേ പലരും എന്ത് ചെയ്യുന്നു, പ്ലാൻ വരച്ചിട്ട് അവരുടെ പെർമിറ്റ് പ്ലാനും ഒക്കെ എടുത്താൽ പിന്നെ അവർ തിരിഞ്ഞു പോലും നോക്കാറില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പം സാറേ ഞങ്ങളുടെ പാല് കാച്ചിന് വന്നാൽ കൊള്ളാം. പക്ഷേ ഇന്ന് രീതികളൊക്കെ മാറി. ഇന്ന് ഞങ്ങൾക്ക് ഈ കെ-സ്മാർട്ട് വഴി പ്ലാൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഓരോ ഘട്ടങ്ങളിലെയും റിപ്പോർട്ട് അവർക്ക് കൊടുക്കണം. അല്ല എങ്കിൽ അത് കൃത്യമായ രീതി ഞങ്ങളും അത് പണിയുന്നവർക്കും ഈ ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയറും ശിക്ഷാർഹമാണ്. അതുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലും കൃത്യമായ രീതി ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ നൽകിയാൽ നിങ്ങളുടെ അതിൻ്റെ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ മാച്ചിങ് വരെ 3D വ്യൂ വരെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അതനുസരിച്ച് അവർക്ക് ചെയ്താൽ മതി. അതിനുവേണ്ടി ഈ വലിയ ഭാരമെടുത്ത് തലയിൽ വയ്ക്കേണ്ട കാര്യമില്ല. ടൈൽസിന് മാച്ച് ചെയ്യുന്ന പെയിൻറ്റ് വേണം ഭിത്തിയിലടിക്കാൻ. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ ഞങ്ങളിപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഫ്രണ്ടിൽ ഇന്ന കളർ അടിച്ചാൽ അങ്ങ് നല്ലത്. പക്ഷെ അല്ല, നമ്മൾ പല വീടുകൾ അതെല്ലാം ഒരുമിച്ച് പൂർത്തീകരിക്കുമ്പോൾ ഉദാഹരണത്തിന് നമ്മളത് ഫ്രണ്ടിൽ കട്ടള കാണും, അല്ലെങ്കിൽ അതായത് ഡോറ് കാണും, വിൻഡോസ് കാണും, അതുപോലെ തന്നെ ഷെയ്ഡുകൾ കാണും. ഇതിനെല്ലാം കൂടെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു കളറിംഗ് എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഭാഗമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ട്സിനോ എഞ്ചിനീയേഴ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വിഷമിക്കേണ്ടി വരത്തില്ല. നിങ്ങളുടെ കെട്ടിടം ഏറ്റവും മനോഹരമായി തീരും. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ടൈൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഫുള്ളി വൈറ്റ് ഫർണിഷിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഫ്ലോർ ടൈൽസ് ചൂസ് ചെയ്യുമ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരിക്കും, അതായത് താഴത്തെ നിലത്തെ അഴുക്ക് നമ്മുടെ ടൈൽസിൽ അബ്സോർബ് ആകുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ടൈൽസ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതും പ്രസക്തമുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ചോദ്യമാണ്. ഈ വൈറ്റ് ടൈൽസ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു പ്രസൻസ്, നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സാധനമാണ് ഈ വൈറ്റ് എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായി ആരും ഇഷ്ടപ്പെടും. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വീടിനകത്ത് ഈ വൈറ്റ് ആയാലും ഡാർക്ക് ആയാലും എന്തുമായാലും നമ്മൾ കൃത്യമായി നീറ്റായി തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, അവരെന്ത് ചെയ്യുന്നു, ഈ വെളിയിലിട്ടിരിക്കുന്ന ചെരുപ്പ് അതുപോലെ അങ്ങ് കയറി അകത്ത് എവിടെങ്കിലുമൊക്കെ ഇടുന്നൊരു സ്വഭാവമുണ്ട്. അത് തീർച്ചയായിട്ടും മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ചെരുപ്പ് എപ്പോഴും വീടിനകത്ത്, ചെരുപ്പ് ഇട്ടുകൊണ്ട് വീടിനകത്ത് പ്രവേശിക്കരുത്. ചെരുപ്പ് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള പൊടികളായാലും മറ്റ് രോഗാണുക്കളായാലും ഇതെല്ലാം അകത്ത് പ്രവേശിക്കാൻ കാരണം അതൊരു സൈഡിൽ തന്നെ വെക്കുക. അതിന് ചെരുപ്പിൽ നിന്ന് കിട്ടുന്ന പൊടിയും മണ്ണും ഒക്കെ ഈ ടൈൽസിന്റെ ഇപ്പം 2-3 രീതിയിലാണ്. ഒന്ന് പേപ്പർ കട്ടിംഗ് ജോയിന്റ് ഉള്ള ടൈൽസ് എന്ന് പറയും. പേപ്പർ കട്ട് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഇല്ലാത്ത രീതിയിൽ ടൈൽസ് വെക്കും. അത് നേരത്തെ ഉള്ള ഇപ്പം അതിന് പകരമായിട്ട് ഇപ്പം എന്ത് ചെയ്യും, ജോയിന്റ് ഇട്ടിട്ട് അപ്പോക്സി വെച്ച ശേഷം ടൈൽ ചെയ്യുന്നു. അപ്പം അപ്പോക്സി എത്ര ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ചുകൾ കഴിയുമ്പോൾ ഇതിനകത്തൊക്കെ ഈ അഴുക്ക് പിടിക്കുകയും അതിന്റെ കളർ വരെ ഫേഡ് ആവാനും കൊള്ളും. അതുകൊണ്ട് നമ്മൾ കൃത്യതയോടുകൂടി അത് നീറ്റായി ഉപയോഗിക്കത്തക്കുള്ള ചില പ്രാഥമിക കാര്യങ്ങളുണ്ട്. ചെരുപ്പുകൾ അകത്ത് കയറാതിരിക്കുക, അല്ലെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ തന്നെ അത് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. പിന്നെ വൈറ്റ് ടൈലാകുമ്പോൾ ഡാർക്ക് ടൈലിനേക്കാൾ എന്തെങ്കിലും ഒരു കൊച്ചു പൊടി ഉണ്ടെങ്കിൽ ആര് വന്നാലും അവരെ കണ്ണിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് ഈ വൈറ്റ് ടൈലും ഡാർക്ക് ടൈലും തമ്മിലുള്ള വ്യത്യാസം. അപ്പം വാസ്തവത്തിൽ അങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു പൊടി കിടന്നാൽ പോലും ആ വരുന്ന മനുഷ്യന്റെ മനസ്സിൽ അഴുക്കെന്നുള്ള തോന്നലുണ്ടാകും. അതുകൊണ്ട് മറ്റ് ഡാർക്ക് ടൈലിനേക്കാളും വൈറ്റ് ടൈൽ ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാർക്ക് കുറച്ച് പണി കൂടുമെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അവര് വീട്ടമ്മമാർ ചിലരെ മിക്കവാറും ഉള്ളവരൊക്കെ നല്ല നീറ്റായിട്ടിരുന്നവർ തന്നെയാണ്. പക്ഷേ
പക്ഷേ അവർ ഒരു പക്ഷേ മനുഷ്യരല്ലേ, ഒരു ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ വൈറ്റ് ആണെങ്കിൽ അത് എടുത്തു കാണിക്കും, ഡാർക്ക് ആണെങ്കിൽ ചിലപ്പം നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഒരു ഹിഡനായിട്ട് അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒളിപ്പിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ ഒരു നിലവിലെ സ്ഥിതി അനുസരിച്ച് പറയുകയാണെങ്കിൽ വീട് പണിയുന്നവർ എല്ലാവരും ഒരു കണ്ടംപററി ഡിസൈനിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൺഷെയ്ഡ് പോലുള്ള ഭാഗങ്ങളൊക്കെ ഓർമ്മയാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അപ്പോൾ ഇത്തരത്തിൽ കാലാവസ്ഥാനുസൃതമല്ലാതെ സ്റ്റൈൽ മാത്രം ഫോക്കസ് ചെയ്ത് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള സാറിന്റെ അഭിപ്രായം എന്താണ്? എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ ഓഫീസിൽ ഇതേപോലെ ഈ കണ്ടംപററി പ്രേമികൾ ഒത്തിരി വരാറുണ്ട്. ഞാൻ അവരോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യാം, പക്ഷേ ചില മാറ്റങ്ങൾ ചെയ്യണമെന്ന് പറയും. അപ്പം അവരുടെ മനസ്സിൽ ഇത് കൂടി പറഞ്ഞുകൊണ്ട് ചിലവ് കൂടും എന്നൊക്കെ തോന്നലുണ്ടായതുകൊണ്ട് അവസാനം ഞാൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, നിങ്ങളുടെ ഇപ്രകാരം ഞാൻ ചെയ്യാമെന്ന് പറയും. പക്ഷേ ഞാൻ 2-3 വർഷം കഴിഞ്ഞ് വീണ്ടും ആ വീട്ടിൽ ചെന്നപ്പോൾ പലപ്പോഴും ഞാൻ എന്താണോ പറഞ്ഞത് അവർ തിരിച്ചു പറഞ്ഞു. ഷെയ്ഡിൻ്റെ കുറവുണ്ടായതുകൊണ്ട് വെള്ളം അകത്തേക്ക് പോകുന്നു, വെയിൽ കൂടുതൽ അടിക്കുന്നത് കൊണ്ട് മറ്റേ വീടുകൾ നല്ല പെയിൻറ്റുകളൊക്കെ അടിക്കുവാണെങ്കിൽ ഒരു 4-5 വർഷം അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കണ്ട. ഇത് 1 വർഷം 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ പെയിന്റ് എല്ലാം അങ്ങ് ഫെയ്ഡ് ആവുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ തന്നെ ഒരു സ്റ്റൈല് നിശ്ചയിക്കുക. നിങ്ങളുടെ മനസ്സിലൊരു സ്റ്റൈലുള്ളത് നമ്മൾ ആരും അതിനെ മായ്ച്ചു കളയത്തില്ല. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളൊരു ടെക്നിക്കലി ക്വാളിഫൈഡ് ആയ പരിചയസമ്പന്നരായ ഈ ഫീൽഡിൽ തന്നെ സ്പെഷ്യലിസ്റ്റ് ആയ ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം ആ കെട്ടിടം പണിഞ്ഞുകൊണ്ട് പോകുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റൈലും നിലനിൽക്കും. കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ ഒരുക്കുവാനും അതനുസരിച്ച് ഷെയ്ഡിന് ചിലപ്പോൾ അല്പം നീളം കൂട്ടാനോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഈ കണ്ടംപററി സ്റ്റൈലിന്റെ ഷെയ്ഡുകളെല്ലാം തന്നെ ഈ സ്ട്രെയിറ്റാ. അപ്പോൾ ഞാനത് ഒരു പുതിയ ഡിസൈൻസുകൾ ചെയ്യാറുണ്ട്. അത് 2 സൈഡിലോട്ടും ചരിച്ച്, അതായത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഓൾറെഡി ഈ പാരലായിട്ടിരിക്കുന്നതിന്റെ താഴോട്ട് വെർട്ടിക്കലായിട്ട് ഒരു ഭാഗം കൂടി ഇട്ട് അത് ഭംഗിയാക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ കണ്ടംപററി സ്റ്റൈലിന്റെ അകത്ത് വരുന്ന ഒരു പർഗോള എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ. പർഗോള, ഈ പർഗോളയെ കുറിച്ച് ഞാൻ ഗവേഷണം കൊടുത്തു. ചിലരോട് പറഞ്ഞാൽ ഈ പർഗോള വേണമെന്ന് പറയും. പക്ഷെ പർഗോള ആദ്യമൊക്കെ വന്ന പർഗോളയ്ക്കകത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പർഗോള ഷെയ്ഡിന്റെ എൻഡ് വരെ വെക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും മഴ പെയ്താൽ ഈ പർഗോളയെ കൂടെ വെള്ളം പിടിച്ച് അകത്തോട്ട് വരും. അപ്പം ഞാനാണ് എന്ന് ഞാൻ പൂർണ്ണമായി അവകാശപ്പെടുന്നില്ലെങ്കിലും എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ അതിലൊരു ഡിസൈനിൽ ഒരു മാറ്റം വരുത്തി. ഇവിടെ കൊട്ടാരക്കര ഏരിയയിലുള്ള പല ബിൽഡിങ്ങുകളും ഇപ്പം അത് പലയിടത്തും ഇപ്പം ആവർത്തിക്കപ്പെടുന്നു. എനിക്ക് സന്തോഷമാണ്. എനിക്കത് ഇപ്പം എൻ്റെ കോപ്പി അടിച്ചുകൊണ്ട് പോകുന്നൊന്നും എനിക്ക് വിഷയമില്ല, എനിക്ക് സന്തോഷമാണ്. കാരണം ഈ പലരുടെ ഈ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് മറുപടി കിട്ടി. കാരണം ഈ കൊട്ടാരക്കരയിലെ ഒരു ആദ്യത്തെ ഡിസൈൻ എഞ്ചിനീയർ എന്നുള്ള നിലയിലും ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ബിൽഡിംഗ് റൂൾ മുതൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ളതിൽ ഞാൻ ചാരിതാർത്ഥനാണ്. അത് ഞാൻ ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഷെയ്ഡ് നിൽക്കുന്നു. ഷെയ്ഡിൽ നിന്ന് പുച്ഛം വരെ ഈ പർഗോള കൊണ്ടുപോകാതെ അവിടുന്ന് ഒരു 4 ഇഞ്ച് അകത്തോട്ടങ്ങ് വലിക്കും. വലിച്ച ശേഷം എന്ത് ചെയ്യും, അത് അങ്ങ് ഒതുക്കി നിർത്തിയിട്ട് ഈ ഷെയ്ഡിന്റെ ഒരു 4 മുതൽ 6 ഇഞ്ച് വരെ ഷെയ്ഡ് തള്ളിയതിന് ശേഷം അതിന്റെ മേളിൽ വെള്ളം താഴോട്ട് വരാത്ത രീതിയിൽ മേളിൽ വാട്ടർ കട്ടിങ് ജോയിന്റും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ പർഗോളയും കാണും, ഈ കാണുന്ന രീതിയിൽ ഈ ഒരു ഭംഗിയും കിട്ടും. അല്ല എങ്കിൽ എന്ത് ചെയ്യും, വെള്ളം ഈ പർഗോളയെ കൂടെ പിടിച്ച് ഫംഗസ് അടിച്ച് പെട്ടെന്ന് അത് നാശമായി പോകും. അത് കാഴ്ചയുടെ അഭംഗിയായി മാറും. തീർച്ചയായിട്ടും. അപ്പൊ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ കണ്ടംപററി സ്റ്റൈലിനെ പറ്റി ചർച്ച ചെയ്യുന്ന ഈ കാലത്തും ചുരുക്കം ചില മനുഷ്യർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ നാടിന് തനിമയുള്ള അതൊരു കേരള തനിമയാർന്ന കോർട്ട്യാർഡിലും തുളസിത്തറയൊക്കെ വീടിനോട് ചേർക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേരള സ്റ്റൈലിലുള്ള ആ ഒരു മാറ്റത്തെ സാർ എങ്ങനെ നോക്കി കാണുന്നു? തീർച്ചയായിട്ടും ഒരു നല്ല മാറ്റം തന്നെ. തീർച്ചയായിട്ടും ഈ കൊട്ടാരക്കരയിൽ കേരള സ്റ്റൈൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഞാനാണെന്ന് പറയാൻ പറ്റും. കാരണം ഞങ്ങളുടെ ബിൽഡിംഗ് ഡിസൈനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഡിഫിക്കൽട്ടുള്ള ഒരു ഡിസൈനാണ് കേരള സ്റ്റൈൽ. പലരും അത് ഡിസൈൻ ചെയ്യുന്നവർ തന്നെ അതിനെ പിന്തിരിപ്പിക്കും. കാരണം അതിൻ്റെ മേളിലുള്ളതായ റിഡ്ജുകളും ഇത് ജോയിന്റും ഒക്കെ കൃത്യതയോടുകൂടി ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് കൂട്ടിമുട്ടിക്കത്തില്ല. കേരള അത് നല്ല ഒരു തീരുമാനം തന്നെയാണ്. കേരള സ്റ്റൈലുകൾ എൻ്റെ വീട് ഉൾപ്പെടെ ഞാൻ കേരള സ്റ്റൈലാണ് ചെയ്തേക്കുന്നത്. എൻ്റെ വീടുകൾ ഉൾപ്പെടെ തന്നെ കേരള സ്റ്റൈൽ. അതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റൈലിൻ്റെ ഈ റൂഫ് ഒത്തിരി ഉയർന്നു. ഞാനൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 1.5 മീറ്റർ എങ്കിലും പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡയറക്റ്റ് ചൂട് ഈ മുറിയെ ബാധിക്കത്തില്ല. പിന്നെ ആ സീലിംഗ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി പോകാനുള്ള സാധ്യതകൾ കൂടെയാണ്. അത് മാത്രമല്ല, നമ്മുടെ കേരളക്കാരൊക്കെ ഒരു വീട് സ്വപ്നം കാണുന്നത് എപ്പോഴും നമ്മുടെ പഴയ തറവാടിത്തം നിറഞ്ഞ ഒരു വീടാണ്. അത് ആ ഒരു തനിമയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തനിമയിൽ കേരളത്തിന് പറ്റിയ സ്റ്റൈൽ എന്ന് പറയുന്നത് കേരള സ്റ്റൈൽ തന്നെയാണ്. അത് നമ്മുടെ
നമ്മുടെ പൂർവികന്മാർ തെളിയിച്ചതാണ്. അവർ ആരോഗ്യവാന്മാരാണ്. കണ്ടംപററി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കേരള സ്റ്റൈലിന് കോസ്റ്റ് കൂടുമെന്ന് ജനങ്ങളുടെ ഇടയിൽ ധാരണ പരത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു കണ്ടംപററിയിലേക്ക് വന്നത്. അതുകൊണ്ട് കണ്ടംപററി ആയാലും കേരള സ്റ്റൈലാണ് എന്തുകൊണ്ടും വെച്ചത്. പിന്നെ കണ്ടംപററി ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുസരിച്ച് ചില ഡിസൈനിങ്ങുകളോ ചെയ്ത് നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറെയോ ആർക്കിടെക്റ്റിന്റെയോ സഹായത്തോടു കൂടി അത് ചെയ്യുക. ഓക്കെ സാർ, അപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു വീട് പണിയാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് സ്വാഭാവികമായും അതിന്റെ പ്ലാൻ എങ്ങനെയാകണം എന്നുള്ളതായിരിക്കും. അപ്പോൾ ഒരു വീടിന്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം? നല്ല ഒത്തിരി പറയാനുള്ള ഒരു ചോദ്യമാണ്. ആദ്യം പ്ലാൻ തയ്യാറാക്കുന്നതിന് മുമ്പ് അതിന്റെ ഡിസൈനറെ വിളിച്ച് സൈറ്റ് കാണിക്കണം. ആ സൈറ്റിലുള്ളതായ പരിമിതികളും അതിന്റെ കിണറിന്റെ പൊസിഷൻ, റോഡിന്റെ പൊസിഷൻ, ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ചെയ്ത് കൃത്യതയോടുകൂടി ചെയ്യണം. പിന്നെ ഇപ്പോൾ വാസ്തു എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൂടി ആൾക്കാർ വിശ്വാസമുണ്ട്. വിശ്വാസത്തെ നമ്മൾ അതിനെ ഹാനികരിക്കുന്നില്ല. വാസ്തുവും കൂടി ബേസ് ചെയ്ത് ആ സ്ഥലത്തിന് അനുകൂലമായ രീതിയിൽ ഒരു പ്ലാൻ തയ്യാറാക്കും. ആ പ്ലാൻ തയ്യാറാക്കുമ്പോൾ കൃത്യതയോടുകൂടി നിങ്ങൾ ആ വിളിച്ചുകൊണ്ട് വരുന്ന എഞ്ചിനീയറെ അല്ലെങ്കിൽ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഡിസൈനറെ നിങ്ങൾ വ്യക്തമായി പറയണം, എൻ്റെ പരിമിതികൾ ഞാനാണ്, ഈ വക കാര്യങ്ങളിലാണ്. അതനുസരിച്ച് ആദ്യം സൈറ്റ് പരിശോധന. രണ്ടാമത് പ്ലാൻ ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ ഇപ്പം പ്ലാൻ വരച്ചാൽ 1 or 2 പ്രാവശ്യം ഈ പ്ലാൻ ഈ ക്ലയൻറ്റുമായിട്ട് ഒരു ഡിസ്കസ് ചെയ്യാറുണ്ട്. അവരിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് അസൗകര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് വ്യക്തമായി പറയുക. അതനുസരിച്ച് റിവൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ക്ലിയർ ചെയ്ത ശേഷം ആ അപ്രൂവൽ എടുത്ത ശേഷം പിന്നെ പ്ലാൻ മാറ്റം വരുത്താൻ പോകരുത്. പിന്നെ അഥവാ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്ത ഡിസൈനറോട് വ്യക്തമായി ചോദിച്ചതിന് ശേഷം മാത്രമേ അതിൽ മാറ്റം. അല്ലാതെ മേശിരി പറഞ്ഞത് അങ്ങോട്ട് ജനൽ മാറ്റ്, ഇങ്ങോട്ട് കട്ടള മാറ്റ്, അല്ലെങ്കിൽ അപ്പുറത്തോട്ട് മുറി കെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പടുകുഴി ചെന്ന് അവസാനിക്കും. നിങ്ങൾ കഴിവതും, എനിക്ക് എല്ലാവരോടും സ്നേഹരൂപേണ എല്ലാവരോടും സ്നേഹത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാറ്റം വരുത്താൻ ഒരു കാരണവശാലും ശ്രദ്ധിക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും. നിങ്ങൾ ഉദ്ദേശിച്ചതായ അല്ലെങ്കിൽ ആ ഡിസൈൻ ചെയ്ത ഡിസൈനർ ഉദ്ദേശിച്ചതായ ഒരു രീതിയിൽ അത് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കൃത്യതയോടുകൂടി സൈറ്റ് കണ്ടുകൊണ്ട് നിങ്ങളുടെ ഡിസൈനറെ കാണിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക, നിങ്ങളുടെ കയ്യിലുള്ള തുക പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ആ റോഡിനുള്ള പ്രസക്തികൾ പറയുക. അല്ലെങ്കിൽ ഇപ്പം അപ്പുറത്തെ സൈഡ് അവിടെ സൗണ്ട് ഉണ്ടാകുന്ന സൗണ്ട്, ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ വേണം, ഇതെല്ലാം കുറിച്ച് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ഡിസൈൻ പൂർത്തീകരിക്കുന്നത്. ഡിസൈൻ പൂർത്തീകരിച്ചതിന് ശേഷം ഒരു കാരണവശാലും ആ പ്ലാനിൽ മാറ്റം വരുത്താതിരിക്കുക. അപ്പോൾ ഡിസൈൻ ചെയ്ത ശേഷം ഒരു കാരണവശാലും ആ പ്ലാനിൽ ഒരു ചേഞ്ചസ് വരുത്തരുതെന്നാണ് സാർ പറയുന്നത്. അതെ. അഥവാ പിന്നെ വരണമെങ്കിൽ നിങ്ങളുടെ ഡിസൈനറുടെ അനുമതിയോട് കൂടി കഴിവതും ചെയ്ത് 99% ചെയ്ത് അത്രയ്ക്കും ചെയ്തേ പറ്റുമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ മേശിരിമാരുടെ നിർദ്ദേശപ്രകാരം ഒന്നും ചെയ്യരുത്. ഓക്കെ സാർ, അപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ പെയിന്റ് ചൂസ് ചെയ്ത് ഒരു സമയം കഴിയുമ്പോൾ അത് ഫെയ്ഡായി പോകുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വീടിന് പെയിന്റ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ പെയിന്റ് ചൂസ് ചെയ്യുമ്പോൾ അതിനെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പെയിന്റിംഗ് ആണല്ലോ നമ്മളുടെ ഏത് കെട്ടിടത്തിന്റെയും നമ്മുടെ മുഖത്ത് നമ്മൾ പൗഡർ ഇടുന്നത് പോലെ മറ്റുള്ളവർ മുമ്പിൽ എടുത്തു നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ ഒരു വീടിന് 2 ടൈപ്പ് പെയിന്റ് ആണുള്ളത്. ഒന്ന് എക്സ്റ്റീരിയൽ പെയിന്റും മറ്റൊന്ന് ഇന്റീരിയൽ പെയിന്റ്. ഈ പെയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ബ്രാൻഡ് കമ്പനിയുടെ പെയിന്റ് തന്നെ സെലക്ട് ചെയ്യണം. ചിലപ്പോൾ അല്പം കോസ്റ്റ് കൂടും, പക്ഷെ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ 5 or 7 വർഷം ചെയ്യുന്നത് 2 വർഷം ഈ കോസ്റ്റ് കുറഞ്ഞത് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ലാഭം തന്നെ. ആദ്യം ചിലപ്പോൾ അല്പം കോസ്റ്റ് കൂടും. ഇപ്പം തന്നെ ആന്റി ഫംഗസ് ഉള്ള പെയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വാട്ടർ പ്രൂഫ് പെയിന്റും ഉണ്ട്. അപ്പം വാട്ടർ പ്രൂഫ് ഉദാഹരണത്തിന് എവിടെയെങ്കിലും ഒരു നനവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്ടർ പ്രൂഫ് പെയിന്റ് അടിക്കുക. അതിന് വാട്ടർ പ്രൂഫിന് ചില മെത്തേഡുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ചോർച്ചയും നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും. കാരണം ഈ ഒരു പെയിന്റിൽ എവിടെയെങ്കിലും വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ ആ പെയിന്റ് മാത്രം, ആ ഒരു ഭാഗം മാത്രമല്ല, മൊത്തത്തിൽ അത് വല്ലാത്തൊരു ഫേഡാവുകയും ചെയ്യും. ഈ പെയിന്റൊക്കെ ഇളകി പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എവിടെ എന്തെല്ലാം രീതിയിലാണോ, ഇപ്പം ഒരിടത്ത് വെള്ളം പിടിക്കുന്നുണ്ടെങ്കിൽ അവിടെ വാട്ടർ പ്രൂഫ് എടുക്കുക, ഒരിടത്ത് ഫംഗസ് ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആന്റി ഫംഗസ് ഇടുക. എക്സ്റ്റീരിയൽ പെയിന്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇന്റീരിയൽ പെയിന്റ് രണ്ടുണ്ട്. എക്സ്റ്റീരിയൽ പെയിന്റ് കൂടുതലായി ശ്രദ്ധിക്കണം. എല്ലാ കമ്പനികളും എക്സ്റ്റീരിയൽ പെയിന്റ് ഇറക്കുന്നുണ്ട്, ഇന്റീരിയൽ പെയിന്റ് ഇറക്കുന്നുണ്ട്. നല്ല ബ്രാൻഡ് നോക്കി ഈ വാട്ടർ പ്രൂഫ് ഉള്ളത് വാട്ടർ പ്രൂഫ് എടുത്ത്, ആന്റി ഫംഗസ് ഉള്ളതിന് ആന്റി ഫംഗസ് ഇട്ട് 2 കോട്ട് അടിക്കേണ്ടത് 2 കോട്ട് അടിച്ച് ഇതിനെല്ലാം ചില മെത്തേഡ് പ്രകാരം ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പെയിന്റിങ്ങിന്റെ ലൈഫ് കൂടുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഞാൻ അനുഭവ സമ്പത്താണ്. എൻ്റെ വീട്ടിൽ തന്നെ 5 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും പുതിയ പെയിന്റുകൾ തന്നെ ഇരിക്കുക. ഞാൻ ഉപയോഗിച്ചതെല്ലാം തന്നെ ബ്രാൻഡഡ് സാധനമാണ്. ഞാനിത് വെറുതെ പറയുമല്ല, നിങ്ങൾക്ക് എൻ്റെ വീട് വന്ന് നോക്കാം. എൻ്റെ 5-ൽ 5 ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പക്ഷേ കുറച്ചും കൂടെ
ഇപ്പോൾ 9 വർഷമായി എൻ്റെ വീട്ടിൽ പെയിന്റ് അടിച്ചു. ഓക്കെ. 9 വർഷമായിട്ടും ഇപ്പോഴും പുതിയ പെയിന്റ് പോലെ ഇരിക്കുക. കാരണം ഞാൻ സെലക്ട് ചെയ്യുന്നതെല്ലാം ബ്രാൻഡഡ് സാധനമാണ്. എവിടെയെങ്കിലും രീതി ആൻറ്റി ഫംഗസ് അടിക്കുന്നുണ്ടെങ്കിൽ ആൻറ്റി ഫംഗസ് ഉള്ള പെയിന്റാണ്. അതെല്ലാം ഇന്ന് മോസ്റ്റ് മോഡേൺ ഈ കാലഘട്ടങ്ങളിൽ അതിനുള്ളതായ എല്ലാ സാധനങ്ങളും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതനുസരിച്ച് ചോയ്സ് ചെയ്യുമെങ്കിൽ, അതിനനുസരിച്ച് നിങ്ങൾ ജ്യൂസ് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പെയിന്റിന് ലൈഫ് നല്ലവണ്ണം കിട്ടും. പിന്നെ പെയിന്റിന്റെ കളർ നിങ്ങൾ എവിടെയെങ്കിലും നോക്കി കണ്ടത്, തീർച്ചയായിട്ടും അത് ഡിസൈൻ ചെയ്ത ആരാണോ ആ ഡിസൈനറുടെ അഭിപ്രായ പ്രകാരമുള്ള പെയിന്റ് നിങ്ങൾ ചൂസ് ചെയ്യൂ. എങ്കിലേ ആ ഒരു വ്യൂ, അതിൻ്റെ ഫ്രണ്ട് വ്യൂ, അതിൻ്റെ ആർക്കിടെക്ചറൽ വ്യൂ തിളങ്ങി നിൽക്കാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ സാർ, അപ്പൊ നമ്മൾ ഈ വീടെന്ന് പറയുമ്പോൾ സ്വന്തമായ ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലേ. ഒരു പക്ഷേ അവരുടെ കയ്യിൽ വളരെ കുറഞ്ഞ ബഡ്ജറ്റൊക്കെ കാണത്തുള്ളൂ. മേ ബി 3-4 സെന്റൊക്കെ കാണത്തുള്ളായിരിക്കും അവർക്ക് കൈവശം. അപ്പോൾ ഈ ഒരു 3-4 സെന്റിനകത്ത് തന്നെ അവരുടെ ഒരു സ്വപ്ന മാളിക പണിയണമെന്നുള്ള ആഗ്രഹം എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റും? തീർച്ചയായിട്ടും സ്ഥലപരിമിതി എന്നുള്ളത് തീർച്ചയായിട്ടും സ്വപ്നത്തെ ബാധിക്കത്തില്ല. സ്ഥലപരിമിതി എന്നുള്ളത് നമ്മൾ എന്നാൽ ഒരു ഏക്കർ സ്ഥലമുള്ള ഒരു കെട്ടിടത്തിന് കിട്ടുന്ന രീതിയിൽ ഈ 3 സെന്റുകാരൻ ആഗ്രഹിക്കാനും പാടില്ല. തീർച്ചയായിട്ടും 3 സെന്റിന് താഴോട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ബിൽഡിംഗ് റൂളിൽ തന്നെ ചില കൺസ്ട്രക്ഷനുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ സെറ്റ് ബാക്കിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ. പിന്നെ അതനുസരിച്ച് നല്ല ഒരു ഡിസൈൻ, അവരുടെ ബഡ്ജറ്റും 3 സെന്റുകാരൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് അതിൽ ഒതുങ്ങത്തക്കണം. അപ്പോൾ ബെഡ്റൂം കൂടുതൽ വേണമെങ്കിൽ ഡബിൾ സ്റ്റോറേജോ ഒക്കെ ആക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതനുസരിച്ച് ആ സ്ഥലത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തി നല്ലൊരു പ്ലാനിൽ കൂടി പോയാൽ തീർച്ചയായിട്ടും നല്ലൊരു സ്വപ്ന ഭവനം അതിലുണ്ടാക്കാമെന്നുള്ളതേ ഉള്ളൂ. അതനുസരിച്ചാണ് ബഡ്ജറ്റും എല്ലാം. പക്ഷേ അതിലും നല്ലൊരു ഡിസൈനറുടെ നല്ല രീതിയിലുള്ള ഒരു സ്കിൽഡ് അതിനകത്ത് ആവശ്യമുണ്ട്. അവരെ വിളിച്ച് കൃത്യതയോടുകൂടി അത് ഡിസൈൻ ചെയ്ത് പിന്നെ അവരുടെ സൗകര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് 3 സെന്റിലേക്ക് ഇപ്പം ഒരു 4 ബെഡ് അല്ല 2 ബെഡ്റൂം അല്ല 3 ബെഡ്റൂം വേണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കത്തില്ല. അത് വേണമെങ്കിൽ ഡബിൾ ആക്കുകയോ അതിനനുസരിച്ച് സ്റ്റോറേജ് വർദ്ധിപ്പിക്കുകയോ ചെയ്ത് മുന്നോട്ട് പോകുമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹവും സാക്ഷാത്കാരമാകുമെന്നുള്ളത് യാതൊരു സംശയം. പിന്നെ കേരള ബിൽഡിംഗ് റൂൾ പ്രകാരവും അവർക്ക് വേണ്ടി ചില കൺസെഷനുകളൊക്കെ ഇവരുടെ റൂൾസിൽ, അതായത് അതിന്റെ സെറ്റ് ബാക്കിലൊക്കെ ചില കൺസെഷനൊക്കെ കൊടുക്കുന്നുണ്ട് 3 സെന്റിന് താഴെയാണെങ്കിൽ. ജോൺസൺ സാറാണ് ഈ ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഈ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് എന്ന ഈ ഒരു കോഴ്സൊക്കെ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. പരിചയസമ്പന്നനായ എഞ്ചിനീയർ നിലയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? തീർച്ചയായിട്ടും അവരോട് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. പല ദേശവാസികളും പലപ്പോഴും ഞാനൊരു റോൾ മോഡലാണെന്ന് എൻ്റെ ചെവിയിൽ തന്നെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ ഫീൽഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് എനിക്കിപ്പോൾ ഒരു ഉത്തമമായ ഒരു സഹായം അല്ലെങ്കിൽ ഉത്തമമായ ഒരു ദൃഢനിശ്ചയം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു പിൻ സപ്പോർട്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മകൻ, എനിക്ക് 2 മക്കളാണ് ഉള്ളത്. ഒരു മൂത്ത ആൾ ഡോക്ടറാണ്. രണ്ടാമത്തെ മോനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അവൻ ആർക്കിടെക്ചർ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അത് തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും അവനെ അതിലോട്ട് പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷെ എന്നെ കണ്ട് എൻ്റെ പുറകിൽ അവൻ ഫോളോ അപ്പ് ചെയ്ത് അവനൊരു ആർക്കിടെക്ചറിൽ തന്നെയാണ് അവൻ എടുക്കുന്നത്. അവൻ ഇനി ബിരുദാനന്തര ബിരുദം എടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ജോലി വെറും മണി മേക്കിംഗ് മാത്രമാവരുത്. തീർച്ചയായിട്ടും ഇതെന്ന് പറഞ്ഞാൽ ഒരു സർവീസാണ്, ഒരു സേവനമാണ്. എല്ലാവരിൽ നിന്നും പ്രോത്സാഹനം കിട്ടത്തില്ല, എല്ലാവരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച നന്മ കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഇതൊരു പാഷനായിട്ട് എടുക്കണം. ഒരു ഫാഷനായിട്ട് എടുത്തെങ്കിലേ നിങ്ങൾ ഈ ജോലി ബോറിംഗ് ആവാതെ പോകാൻ പറ്റും. ഈ 37 വർഷമായിട്ടും ഞാനിത് തുടർന്ന് പലരും എന്നോട് ചോദിക്കും, എന്താ സാറിന് ഇത് ഇനി തുടർന്ന് പോകാനുള്ള ഒരു പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ ഇന്നും ചെയ്യുന്നത്. എനിക്ക് ഓരോ കെട്ടിടങ്ങൾ കഴിയുമ്പോഴും അതിൽ നിന്ന് ലഭിക്കുന്ന വേതനത്തേക്കാൾ, അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തേക്കാൾ, അതിനേക്കാൾ സർവീസ് ചാർജിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ആ കെട്ടിടം പൂർത്തീകരിക്കുമ്പോൾ മനസ്സ് കിട്ടുന്ന ഒരു സംതൃപ്തി. അതെൻ്റെ ഫാഷനാണ്. നിങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് എപ്പോഴും പച്ച വിരിച്ച പരവതാനി ആയിരിക്കത്തില്ല. പലയിടത്തുനിന്നും പല അഭിപ്രായങ്ങൾ വരും, പല ചോദ്യങ്ങൾ വരും. നല്ലതോളം ചെയ്തത് നിങ്ങൾക്ക് ചിലപ്പോൾ അവർ ഉൾക്കൊള്ളാൻ കഴിയാതെ മാറ്റം ചെയ്യേണ്ടി വരും. എന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു സേവനമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇതെൻ്റെ ഫാഷനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇതെൻ്റെ രാജ്യസേവനത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഒരിക്കലും ഈ സേവനം ഒരു തൊഴിലല്ല, ഇതൊരു സർവീസാണ്. ആ സർവീസ് ചെയ്താൽ ഇവിടെ അനേകം നല്ല നല്ല കെട്ടിടങ്ങളുണ്ടാകും. അനേകരെ പേരെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. അനേകർ ഇതിൻ്റെ ടെക്നിക്കൽ നോളജ് ഒന്നും കിട്ടാതെ ഓരോരുത്തരുടെ ഈ കോൺട്രാക്ടർമാരെന്ന് പറയുന്ന അൺക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രാക്ടർമാരുടെ കയ്യിലും മറ്റുള്ളവരുടെ കയ്യിലും അകപ്പെടുന്നവരെ നിന്ന് നിങ്ങൾക്ക് കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്ന നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സേവനമായി കണക്കാട്ടി നിങ്ങളുടെ കിട്ടുന്ന സാമ്പത്തിക നന്മയേക്കാൾ അവരിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനം ഒരു വലിയ നിധി പോലെ സംരക്ഷിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്രൊഫഷനിൽ മുന്നോട്ട് പോകാൻ കഴിയും. അത് പിന്നെ
അതുപോലെ തന്നെ ഒരു ചെറിയ കുടിലിനായിരിക്കാം ഒരാളൊരു പ്ലാൻ വരയ്ക്കാൻ അവിടെ വരുന്നത്. ചിലപ്പോൾ വേറൊരാൾ കൊട്ടാരമായിരിക്കും. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ക്ലയൻറ്റിനെ രണ്ടായിട്ട് കാണരുത്. ആ ഒരു ചെറിയ വീടായെങ്കിൽ അയാളുടെ ഫണ്ട് അനുസരിച്ച് അത് പറ്റുമെങ്കിലും അതിനെ നിങ്ങൾ 100% ആ അദ്ദേഹം എങ്ങനെയാണോ ആ സ്വപ്ന വീടിന് കൊടുക്കുന്ന ഗൗരവത്തോട് ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു വീട് ചെയ്യുക. ഒരു കൊട്ടാരം ചെയ്യുന്ന വന്നാൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ചെറിയവനെന്നോ വലിയവനെന്നോ വേർതിരിക്കാതെ നിങ്ങളുടെ സേവനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു ഫാഷനായി, അല്ലാതെ ഇത് ഒരു മണി മേക്കറായാൽ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ നിലനിൽക്കാൻ ഒക്കത്തില്ല. തീർച്ചയായിട്ടും ഒരു ഫാഷനായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ഫീൽഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സേവനം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും. അത് മറ്റുള്ളവർക്കും നാടിനും നാട്ടുകാർക്കും ഈ രാജ്യത്തിനും പ്രയോജനമായി തീരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട്. നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അതായത് ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും കൈക്കലാക്കേണ്ട പെർമിറ്റുകളുണ്ട്. അതായത് പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നൊക്കെ ഒരുപാട് ഡോക്യുമെന്റ്സ് നമ്മൾ കൈപ്പറ്റേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പെർമിറ്റുകൾ ഏതൊക്കെയാണ്? അവയൊക്കെ എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും? പെർമിറ്റിലെ കെട്ടിടങ്ങൾക്ക് വിവിധ കാറ്റഗറികളുണ്ട്. ഒന്നാമത്തെ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതായത് നമ്മുടെ വീടുകളൊക്കെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന് ഒറ്റ പെർമിറ്റ് മാത്രം മതി. അതായത് കെട്ടിടത്തിന്റെ പ്ലാൻ സമർപ്പിച്ച ശേഷം ഇപ്പം അതിനകത്തുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, സ്മാർട്ടിലൂടെയൊക്കെ ചെയ്ത ശേഷം അതിന്റെ പെർമിറ്റ് കരസ്ഥമാക്കുക. ഈ റെസിഡൻഷ്യൽ ബിൽഡിംഗ് തന്നെ വലിപ്പം കൂടിയ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ട്. അതിന് ഈ പറഞ്ഞ രീതിയിൽ പൊല്യൂഷനും ഫയറും ഒക്കെ വേണ്ടി വരും. പിന്നെ അതിലപ്പുറമുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളുണ്ട്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് എല്ലാം തന്നെ 3 നിലയ്ക്ക് മേലോട്ടുള്ള കെട്ടിടത്തിനാണെങ്കിൽ ലിഫ്റ്റ് വേണം, അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ വേണം. അതുപോലെ തന്നെ അവിടെയുള്ള ഈ മറ്റേ ഫയറിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വേണം. അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഇതെല്ലാം അപ്രൂവൽ പേപ്പർ വാങ്ങി നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ്, ആ വസ്തു സ്ഥിതി ചെയ്യുന്ന മുനിസിപ്പാലിറ്റിയാണോ പഞ്ചായത്താണോ കോർപ്പറേഷനാണോ എവിടെയാണോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പെർമിറ്റിന് മുമ്പേ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ കംപ്ലീഷന് മുമ്പേ സമർപ്പിച്ച് അത് വന്ന് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ ഇൻഡസ്ട്രി ബിൽഡിങ്സ് ആണെങ്കിൽ അത് അവിടെ പിന്നെ പൊല്യൂഷൻ ഫയറ് ഇത് കൂടാതെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, അവിടുത്തെ സർട്ടിഫിക്കറ്റുകൾ വേണം. അപ്പോൾ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങിന്റെ അനുസരിച്ച് അതിന്റെ പിന്നെ വിവിധ രീതിയിലുള്ളതായ പെർമിറ്റുകൾ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണ രീതികൾ തന്നെ ഓരോ കെട്ടിടത്തിന്റെയും സെറ്റ് ബാക്കുകൾ വ്യത്യസ്ത രീതികളാണ്. അതനുസരിച്ച് വേണം അത് ചെയ്യാൻ. ഓക്കെ. അപ്പൊ നമ്മൾ പണിയുന്ന അല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ടൈപ്പ് അനുസരിച്ചായിരിക്കും നമ്മൾ കൈക്കലാക്കേണ്ട പെർമിറ്റുകളും ഡോക്യുമെന്റ്സുകളും, അല്ലേ? അതെ തീർച്ചയായിട്ടും. യെസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ സ്വന്തമായ ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന കുറച്ചധികം യൂസ്ഫുൾ ആയ ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇന്ന് കേട്ടതല്ലേ. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ അറിവുകൾ പങ്കുവച്ചത് കൊട്ടാരക്കരയിലെ പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയായ JM ആർക്കിടെക്ട്സ് ആൻഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സിന്റെ ഡയറക്ടറും എഞ്ചിനീയറുമായ ശ്രീ ജോൺസൺ സാറാണ് കേട്ടോ. അപ്പോൾ സാർ, എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി ഈ ഒരു സെഗ്മെന്റിൽ പങ്കെടുത്തതിനും ഇത്രയധികം അറിവുകൾ നമുക്ക് പങ്കുവച്ചതിനും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. ഇതിനൊരു അവസരം നൽകിയ ആശ്രയയോടും ശ്രോതാക്കളായ എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടി നന്ദി അറിയിക്കുന്നു. അപ്പൊ ഇനി ഇതുപോലെ ആശ്രയയുടെ ചൈത്രയാത്രയ്ക്കൊപ്പം JM ആർക്കിടെക്റ്റും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ആയ ഒരുപാട് ഇൻഫർമേഷനുമായി വരുന്ന ലൗഡ് സ്പീക്കറിൽ ഞാൻ വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് മീ RJ ശ്രീശാന്ത് സൈനിങ് ഓഫ്. കീപ് ഇറ്റ് ലോക്ക് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള വിവരങ്ങൾ എന്തായാലും നമ്മൾ അറിയണം, അല്ലേ? ആരോഗ്യം, വിദ്യാഭ്യാസം, ലോ ആൻഡ് ഓർഡർ, സാങ്കേതിക വിദ്യകൾ, യാത്രാ സൗകര്യങ്ങൾ, അങ്ങനെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അറിയണം എങ്കിൽ ട്യൂൺ ഇൻ ടു ലൗഡ് സ്പീക്കർ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ ശ്രീശാന്തിനോടൊപ്പം നമ്മുടെ സ്വന്തം ആശ്രയ FM 90.